ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ എക്സാമിനേഷൻ, ഓണപരീക്ഷയിലെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ ഇതാ നാളെയാണ്. നിങ്ങളെല്ലാവരും ഇതാ സോഷ്യൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. ഈ സമയത്ത് നമ്മളുടെ essay ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഏതാണെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമ്മുടെ essay ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്ത് വന്നാലും അത് ഫസ്റ്റ് ചാപ്റ്ററിനോ സെക്കൻഡ് ചാപ്റ്ററിനോ ആയിരിക്കും. കാരണം അത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫസ്റ്റ് ചാപ്റ്ററിനോ സെക്കൻഡ് ചാപ്റ്ററിനോ ആയിരിക്കുമെന്ന് നിങ്ങളോട് ഇത്രയും കൺഫേം ആയിട്ട് പറയാനുള്ള കാരണം ഈ കാര്യം തന്നെയാണ്. നാളെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതായിരുന്നു ചോദിച്ചത്? നമ്മുടെ ജോഗ്രഫിയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ജോഗ്രഫിയിൽ 2019, 2022, 2023 ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിങ്ങൾ ആലോചിക്കുക, 2019 കഴിഞ്ഞ് ഞാൻ 20, 21 ഇവിടെ പറഞ്ഞിട്ടില്ല. കണ്ടോ നിങ്ങളെ, 2020 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ 2021 ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്ന് കൊറോണ ആയതുകൊണ്ട് തന്നെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പാറ്റേണുകളിലൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. ഒരു എക്സാം നടക്കാത്ത വർഷങ്ങളുണ്ട്. 20 എക്സാം പോലും ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം എക്സാം പോലും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് എക്സാമുകൾ നടന്നിട്ടില്ല ഒരു ലേറ്റസ്റ്റ് സിലബസ് പ്രകാരമുള്ളത് 2019, 21, 23 വർഷങ്ങളിലാണ്. ഇതിൽ ജോഗ്രഫിയിൽ 2019 ചോദിച്ചിട്ടുണ്ട് പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖലകളെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതേസമയം അതിന്റെ ഓപ്ഷൻ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവല്ലോ. അടുത്ത് പ്ലാനറ്ററി വിൻഡ്സും ആയിരുന്നു. അഥവാ നമ്മുടെ എന്തായിരുന്നു, ആ മർദ്ദ മേഖലകളിൽ വീശുന്ന കാറ്റുകൾ ഏതൊക്കെയായിരുന്നു, നമ്മൾ വിൻഡുകളെ കുറിച്ചായിരുന്നു. 22 പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖല, അതുപോലെ ലാൻഡ് ബ്രീസും സീ ബ്രീസും പരീക്ഷയ്ക്ക് essay ആയിട്ട് ചോദിച്ചിരുന്നു. അന്ന് ഇത് ഒരു വലിയ പ്രശ്നമൊക്കെ ആയിട്ട് വന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ലാൻഡ് ബ്രീസും സീ ബ്രീസും ഒന്ന് ഒരു 6 മാർക്കിന്റെ essayയിലേക്ക് എത്രത്തോളം പോയിന്റുകൾ എഴുതാനുണ്ട് എന്നുള്ള ഒരു സംശയമൊക്കെ നമ്മുടെ എല്ലാവരുടെയും മുമ്പിൽ, നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒക്കെ ഉള്ളിലുണ്ടായിരുന്ന സംശയമായിരുന്നു. അത് കഴിഞ്ഞ് 2023 വീണ്ടും ക്വസ്റ്റ്യൻ ചോദിച്ചത് പ്ലാനറ്ററി വിൻഡ്സ്, അതുപോലെ തന്നെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. നമ്മുടെ ഇക്വേറ്ററിൽ ഉള്ള സമയം എപ്പോഴാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഉത്തരായന രേഖയുടെ മുകളിൽ, ദക്ഷിണായന രേഖയുടെ മുകളിൽ. നമ്മുടെ സമ്മർ സോൾസ്റ്റേഴ്സ്, വിന്റർ സോൾസ്റ്റേഴ്സ് ഒക്കെ ഇല്ലടാ, ഗ്രീഷ്മായനാഥം, ശൈത്യായനാഥം ഒക്കെ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതലായിട്ട് സാധ്യത പറയാൻ പറ്റുന്നത് എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദ്യം ചോദിക്കുന്നത് ഈ കാര്യങ്ങളാണ്. പ്രഷർ ബെൽറ്റുകളും പ്ലാനറ്ററി വിൻഡ്സുകളും. കാരണം ഇവിടെ നോക്കണ പ്രഷർ ബെൽറ്റ് ഉണ്ട്, ഇവിടെ നോക്കണ പ്ലാനറ്ററി വിൻഡ്സ് ഉണ്ട്. സോ അതുകൊണ്ട് ഇവിടെ ഈ ഒരു റിപ്പീറ്റിംഗ് എന്താ വെച്ചാൽ, ഇതൊരു ഓർഡറിലായിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് വരികയാണ്. സോ അതുകൊണ്ട് നമ്മൾ 2019 പാറ്റേൺ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളത്. സോ അതുകൊണ്ട് essay ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രഷർ ബെൽറ്റുകൾ തന്നെയാണ്. പ്രഷർ ബെൽറ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാം എന്നുള്ളത്. ആഗോള മർദ്ദ മേഖലകൾ പറയുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല അല്ലെ, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് വരാനുള്ള കാരണം എന്താണ്? സൺ ഈസ് വെർട്ടിക്കലി ആൾവേസ് വെർട്ടിക്കലി ഓവർ ദ ഇക്വേറ്റർ. സൂര്യൻ എപ്പോഴും ഭൂമധ്യരേഖയുടെ നേരെ മുകളിലായതുകൊണ്ട് അവിടെ എന്ത് കൂടുതലാണ്? അവിടെ താപം, ടെമ്പറേച്ചർ കൂടുതലാണ്. അവിടെ ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് പ്രഷർ കുറയും. അതുകൊണ്ട് തന്നെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അത് കഴിഞ്ഞാൽ അതിന് തൊട്ടുമുകളിൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഒരിടത്ത് ന്യൂനമർദ്ദമായ 2 സ്ഥലത്തുണ്ടായിരിക്കും, അപ്പുറത്തും ഇപ്പുറത്തും ഉച്ചമർദ്ദമായിരിക്കും. അഥവാ സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് വരാനുള്ള കാരണം എന്താണ്? ഇവിടെ നിന്ന് വീശുന്ന കാറ്റുകൾ, ഇവിടുന്ന് വരുന്ന ഈ പ്രഷർ എല്ലാം തന്നെ ഡിസൈഡ് എന്ന് വെച്ചാൽ താഴോട്ട് തണുത്തിട്ട് എന്ത് ചെയ്യുന്നു? സബ് ട്രോപ്പിക്കൽ ഏരിയയിലേക്ക് വരുന്നു. അതോടുകൂടെ അവിടെ ഹൈ പ്രഷർ ആയിട്ട് മാറുകയാണ്. അതേസമയം അടുത്താണ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ് അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല വരാനുള്ള കാരണം എന്ന് പറയുന്നത് due to the rotation of the air, during the time of the rotation air thrown away the air എന്നാ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഭൂമിയുടെ ഭ്രമണം കാരണമായിട്ട് ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ വായുവിനെ ചുഴറ്റി എറിയുന്നുണ്ട്. ആ എറിയുന്ന കാരണമായിട്ട് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? ന്യൂനമർദ്ദമായിരിക്കും ഉണ്ടായിരിക്കാം. ഏറ്റവും ലാസ്റ്റത്താണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അഥവാ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് വരാനുള്ള കാരണം there is a temperature is very low. അവിടെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. ടെമ്പറേച്ചർ കുറവായതുകൊണ്ട് തന്നെ പ്രഷർ എന്തായിരിക്കും? മർദ്ദം കൂടുതലായിരിക്കും. അതുകൊണ്ടാണ്. സോ ഇതിന്റെ ഡീറ്റെയിലുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി ആർക്കെങ്കിലും പഠിക്കാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ തന്നെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇന്ന് നമ്മുടെ ലൈവ് ഉണ്ട്, നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതിൽ നമ്മൾ കൃത്യമായിട്ട് ഇതിന് ഈച്ച് ആൻഡ് എവറി പോയിന്റുകൾ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് നീണ്ട ആരും പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് റിമൈൻഡ് ചെയ്തു തന്നു. ഇന്ന് നിങ്ങൾ പഠിച്ചിട്ട് വേണം വരാൻ. അതുകൊണ്ട് ഏതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന ഭാഗമാണ് ഞാൻ നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്ത് തന്നെ. നമ്മുടെ ഓരോന്നിൻ്റെയും ഡീറ്റെയിലുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇക്വറ്റോറിയൽ ന്യൂനമർദ്ദ മേഖല, ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിനെ അഥവാ നമ്മളെ
ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖലയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോൾഡ്രം ഏരിയ അഥവാ നിർവാത മേഖല. കാരണം ദർ ഇസ് എ വിൻഡ് ഈസ് വെരി ഫീബിൾ, കാറ്റ് വളരെ കുറവായ സ്ഥലമാണ്, അതുകൊണ്ട് അതിനെ നമ്മൾ വിളിക്കും നിർവാത മേഖല എന്ന് കൂടെ വിളിക്കലുണ്ട്. നമ്മൾ ഓരോന്നിന്റെ ഡീറ്റെയിലുകളുണ്ട്. ഇത് നിങ്ങൾ മാക്സിമം പിക്ചർ വരച്ചിട്ട് തന്നെ എഴുതാൻ നോക്കുക. പിക്ചർ ഇത് വരച്ചു വെച്ചാൽ മതി. ഇത് വരച്ചു വെച്ചാൽ ഭയങ്കര ബെനിഫിറ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോകില്ല. രണ്ടാമത്തെ പേജിൽ അത്യാവശ്യം കോണ്ടന്റ് ഉള്ള മാതിരിയും ഫീൽ ചെയ്യുകയും ചെയ്യും. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് ആഗോളവാദങ്ങൾ. ഇതിനിടയിൽ വരുന്ന വിൻഡുകളെയാണ് പ്ലാനറ്ററി വിൻഡ്സ് അഥവാ ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഗോളവാദങ്ങൾ ആക്ച്വലി നമുക്ക് ഇതിനിടയിൽ വരുന്ന വിൻഡുകളാന്ന് നമ്മൾ പറഞ്ഞു. ഈ പിക്ചർ ഇതാണ്. ആഗോളവാദങ്ങളെ നമുക്ക് മൂന്നെണ്ണമായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്താണ് ട്രേഡ് വിൻഡ് അഥവാ വാണിജ്യവാദങ്ങൾ. രണ്ടാമത്താണ് വെസ്റ്റലീസ് അഥവാ പശ്ചിമവാദങ്ങൾ. മൂന്നാമത്താണ് പോളാർ ഈസ്റ്റലീസ് അഥവാ ധ്രുവീയ പൂർവ്വവാദങ്ങൾ. എപ്പോഴും പഠിച്ചു വെക്കാനുള്ള ഐഡിയ പറഞ്ഞുതരാം. വിൻഡിന് പേര് കൊടുക്കുന്നത്, കാറ്റിന് പേര് കൊടുക്കുന്നത്, കാറ്റ് എവിടെ നിന്നാണോ വരുന്നത് ആ ബേസിലാണ് വിൻഡിന് പേര് കൊടുക്കുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ട്രേഡ് വിൻഡുകൾ രണ്ട് തരത്തിലാണുള്ളത്. ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. ഒന്നാമത്തത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, രണ്ടാമത്തത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. രണ്ടെണ്ണമാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡും. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എർത്താണ്. എർത്തിലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ വീശുന്ന ഈ വിൻഡിനെ വിളിക്കുന്ന പേരാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ. അതേസമയം സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറഞ്ഞാൽ സദേൺ ഹെമിസ്ഫിയറിൽ വരുന്ന വിൻഡാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്. ഇങ്ങനെ വരുന്ന വിൻഡാണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വെസ്റ്റലീസ്, വെസ്റ്റ് എന്ന് വരായതുകൊണ്ട് വെസ്റ്റലീസ് വരുന്നു. അതുപോലെ തന്നെ പോളാർ ഈസ്റ്റലീസ്. നമ്മൾ എന്ത് ചെയ്യാണ് ഓരോന്നിൻ്റെയും പിക്ചേഴ്സുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ട്രേഡ് വിൻഡിന് ഇടയിലുള്ള ഏരിയയാണ് ITCZ എന്ന് പറയുക, ഇന്റർട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ എന്ന് പറയുന്നത്. സോ മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നോടാ, ഇതിലേതെങ്കിലും ആയിരിക്കും essay ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ്സസ് ഇന്ന് നമ്മുടെ ലൈവിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഒരാൾ പോലും ലൈവ് മിസ്സാക്കരുത്. ലൈവിൽ നമ്മൾ അടിപൊളിയായിട്ട് നാളത്തെ എക്സാമിനേഷന് വരാനുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഞങ്ങൾ 3 പേരും, ജേസസ് സാറും അമീൻ സാറും എല്ലാവരും ഇവിടെ അതിൻ്റെ പണിപ്പുരയിലാണ്. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ക്വസ്റ്റ്യൻ പേപ്പറുകൾ റിവൈസ് ചെയ്തുകൊണ്ട് അതിൽ ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി ചാൻസസ് നോക്കിക്കൊണ്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. സോ മക്കളെ, നമ്മൾ A+ തന്നെ നേടിയെടുക്കണം. അടിപൊളിയായിട്ട് പഠിക്കണം. ഓണപ്പരീക്ഷ നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് വൈകുന്നേരം ലൈവിൽ കാണാടാ.